തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ ഡോക്ടർക്ക് സസ്പെൻഷൻ. ഡോക്ടർ ബിന്ദു സുന്ദർ കൈക്കൂലി വാങ്ങിയെന്ന കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നാളെയാണ്. കുഞ്ഞിന്റെ മരണത്തിൽ വിദഗ്ധ സംഘം അന്വേഷണം തുടങ്ങി. മുടി തന്നെ കൊടുത്തത് രണ്ട് പ്രാവശ്യം കൊണ്ട് കൊടുത്തു. അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടില്ല ഇത്ര വെച്ച് ഫീസ് വെച്ച് കൊടുക്കുന്ന ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. കുഞ്ഞിന്റെ പിതാവ് ബിനിൽ കൈക്കൂലി ആരോപണവുമായി എത്തിയതിന് പിന്നാലെയാണ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തത്. ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുക്കുകയും അതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജിലെ ടീം അന്വേഷണം നടത്തി എൻക്വയറി കഴിഞ്ഞ് ഇപ്പോൾ എൻക്വയറി പൂർത്തിയായി പോയേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയയായ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവായിരിക്കുകയാണ്. നടപടിയിൽ സന്തോഷമെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും കുടുംബത്തിന്റെ പ്രതികരണം. സന്തോഷമാണ്. ഞങ്ങൾ മാത്രമല്ല, ഈ ജനങ്ങളെല്ലാം കൂടി നമുക്ക് കിട്ടിയ ഒരു സസ്പെൻഡ് നീതിയാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതെന്താണെന്ന് നോക്കി പിന്നോട്ട് മുകളിലോട്ടുള്ള കേസുമായി മുന്നോട്ട് പോകും. ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതോടെ കുടുംബം പ്രതിഷേധം അവസാനിപ്പിച്ചു. നാളെയാണ് പോസ്റ്റ്മോർട്ടം നടപടി. ഡോക്ടർ ബിന്ദു സുന്ദറിനെ പുനലൂരിലേക്ക് സ്ഥലം മാറ്റി ഉത്തരവിറക്കിയെങ്കിലും കുടുംബം പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. സൂപ്രണ്ടിനെ ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാതെ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്നായിരുന്നു തീരുമാനം. ആശുപത്രിക്ക് മുന്നിൽ വിവിധ രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.